സുറിയാനി പിതാവായിരിക്കുന്ന മാർ അഫ്രഹാത്ത് തന്റെ സന്യാസ സമൂഹത്തിന് എഴുതിയതായ സന്യാസ രചനയിൽ സന്യാസിമാര് അനുഷ്ഠിക്കേണ്ടതായ സ്വഭാവത്തെക്കുറിച്ച് രേഖപ്പെടുത്തിയിരുന്ന ഇപ്രകാരമാണ്: നിങ്ങൾ മിതത്വം പാലിക്കണം. ഒരുപാട് കാര്യങ്ങളിൽ ബുദ്ധാനുഷ്ഠാനികൾ മിതത്വം പാലിക്കേണ്ടതായിട്ടുണ്ട്. അദ്ദേഹം പറയുകയാണ്, സംസാരത്തിൽ മിതത്വം, രുചിയിൽ മിതത്വം, ചിരിയിൽ മിതത്വം, അലങ്കാരങ്ങളിൽ മിതത്വം, ആകാശങ്ങളിൽ മിതത്വം, ധൂർത്തിൽ മിതത്വം. അങ്ങനെ ഒരു മനുഷ്യന് ഈ ലോക സൗന്ദര്യം ആകർഷിക്കുന്ന എല്ലാത്തിലും മിതത്വം പാലിക്കണമെന്നാണ് ഈ പിതാവ് പഠിപ്പിക്കുന്നത്. ഇതിന് മാതൃക നമ്മുടെ യേശു കർത്താവാണ്. കർത്താവ് ഈ ഭൂമിയിലേക്ക് വന്ന ഏറ്റവും ചെറുതായി ജീവിച്ചു, വളരെ ലളിതമായി ജീവിച്ചു. ആ ഒരു ലാളിത്യവും മിതത്വമാണ് കർത്താവിനെ അനുഗമിക്കുന്നതായ വ്രതാനുഷ്ഠാനികൾ ജീവിതത്തിൽ പാലിക്കേണ്ടതെന്നാണ് ഈ പിതാവിന്റെ ഗ്രഹപാഠം. ഇത് ഇന്ന് സഭവിശ്വാസികൾ വളരെ കാര്യഗൗരവമായി ചിന്തിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യേണ്ട കാര്യമാണ്. അതിനാണ് തിരുസഭ നോയമ്പുകാലം നമുക്ക് നൽകിയിരിക്കുന്നത്. ലോകത്തിന്റെ സൗന്ദര്യത്തിൽ ജീവിച്ചു പോകുന്നതായ ഓരോ വ്യക്തിയും മിതത്വം പാലിച്ച് ജീവിതത്തിന്റെ ഏറ്റവും ലളിതമായ അവസ്ഥയിലേക്ക് ഇറങ്ങി ജീവിക്കണമെന്നുള്ളതാണ് സഭ പഠിപ്പിക്കുന്നത്. നമ്മുടെ ചിരിക്ക് പോലും ഒരു മിതത്വം ആവശ്യമാണ്. അട്ടഹസിച്ച് ചിരിക്കുന്നത് പലപ്പോഴും മറ്റുള്ളവരെ പരിഹസിക്കുന്നതിന്റെ അടയാളമാണ്. അതുകൊണ്ട് ഒരു ചിരിക്ക് പോലും മിതത്വം വളരെ അത്യാവശ്യമാണ്. 4 പേര് കൂടുന്നിടത്ത് എങ്ങനെയാണ് നമ്മുടെ ശബ്ദം നിയന്ത്രിക്കാൻ സാധിക്കുന്നത്? ഇത് നമ്മുടെ സ്വഭാവ ശ്രേഷ്ഠത അറിയിക്കുന്ന ഒന്നാകുന്നു. യേശു കർത്താവ് പീലാത്തോസിന്റെ മുമ്പിൽ പോലും വളരെ മിതത്വത്തോടുകൂടി നിശബ്ദതയിലാണ് തന്റെ സാന്നിധ്യം അറിയിച്ചത്. ആ തരത്തിൽ നോയമ്പുകാലം ഓരോ വിശ്വാസിക്കും നമുക്കെല്ലാവർക്കും വളരെ ലളിതമായും വളരെ മിതത്വമായും മുന്നേറുവാനും ഇടപെടുവാനും ഇടയായി തീരണം.